എന്തായി ചാക്കോ ഭായി? कभी किसी का खुशियां कोई लूटे ना, बंदी बंदी महल किसी का टूटे ना. അവിടെ ചെന്നത് ഞാനൊരു വെരട്ടി പന്നിക്കണ്ട പാന്റിനകത്തൂടി മൂത്രം ഒഴിച്ചു. ഉടൻ കൊട്ടേഷൻ റെഡി. നമ്മുടെ ലക്ഷ്യം ഈ ഫോട്ടോയാണ്. ഫോട്ടോ മാത്രം. आंसू भरी है ये जीवन की राही, कोई उनसे कह दे हमें भूल जाए. സുന്ദരിയും സുശീലയുമാണവൾ. അവളെ കൊല്ലുമ്പോൾ നിങ്ങൾ എല്ലാം മറന്നു കളയണം. അവളെയും അങ്ങനെ മറന്ന് മറന്ന് ഹയാമത്ത് ഹോ ജായേഗാ. അത്രേ ഉള്ളൂ, മയ്യത്താക്കണം. फिर कोई हरकत नहीं. ഒരു അധോലോക നായകൻ എന്ന നിലയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. കൊല്ലാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിയുടെ ഓരോ ചലനങ്ങളും നാം ശ്രദ്ധിക്കണം. അവൾ എവിടെയൊക്കെ പോകുന്നു അവിടെയെല്ലാം അവൾ അറിയാതെ നാം ഫോളോ ചെയ്യും. വിജനമായ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് കിട്ടിയാൽ പട്ടിക്ക് സംശയം തോന്നരുത്. പട്ടിക്കോ? എടോ, പട്ടിക്കും പോലീസുകാർക്കും സംശയം തോന്നുന്ന തെളിവുകൾ ഉണ്ടാവരുത്. കൊല കലാകാരന്മാർക്കുള്ളതാണ്. അത് കലാപരമായിട്ട് ചെയ്യണം. അതിന് സാഹിത്യം ഉണ്ടാവും. കൊലയ്ക്കൊരു കലാമുഞ്ചകം ഉണ്ടാവും. കമാൻ ബോയ്സ്, ആ സുന്ദരി ഇങ്ങോട്ട് ആനയിക്കൂ. ഇതാണ് നിങ്ങൾ കൊല്ലേണ്ട പെൺകുട്ടി. എങ്ങനെയാണ് നിങ്ങൾ ഇവളെ കൊല്ലാൻ പോകുന്നത്? ഇവളെ ഞങ്ങൾ എങ്ങനെ കൊല്ലണം? ആ കത്തി കൈ തന്നത് എനിക്ക് ഷേവ് ചെയ്ത് തരാനല്ല. കുത്തി കുടല് പുറത്തെടുക്കടാ. അത് തന്നെ. അവളെ എത്തില്ലേ? കുറച്ചുകൂടെ ജീവൻ ബാക്കി ഉണ്ടായിരുന്നു. കഴുത്ത് പറ്റി പള്ള കളഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ സക്സസ് ആയാൽ രൂപ 15,000 കിട്ടും. അല്ലെങ്കിൽ പന്നിക്കണ്ണ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, എന്നാന്ന് പറഞ്ഞു? സബ്കോ മാർ ഡാലേഗാ. അപ്പൊ നാളെ തന്നെ ഓപ്പറേഷൻ ആരംഭിക്കാം. എടാ ചന്ദ്രപ്പ, ആ ഫോട്ടോ എടുത്തൊന്ന് കൈ പിടിക്കും. ഏത് നേരത്തെ അവള് നമ്മുടെ മുമ്പിൽ വന്ന് ചാടുന്നത് പറയാൻ പറ്റത്തില്ല, അറിയാവോ? അവളുടെ രണ്ടുണ്ട കണ്ണും ഒറ്റ കുത്തിയാൻ പറ്റും. എന്തല്ല പെണ്ണ, എന്നാൽ ഈ പെണ്ണിനെ കൊല്ലാന്ന് വെച്ചാൽ കഷ്ടം തന്നെയല്ലേ? ചന്ദ്രപ്പ മിണ്ടി പോരുത് കേട്ടോ. ഇവിടെ കണ്ടാലറിയ ഇവിടത്തെ ഒന്നാം തരം കുണ്ടയാന്ന്. നീയൊക്കെ വലിയ കാര്യത്തിൽ രക്ഷിക്കാൻ പോയല്ലേ, എന്നിട്ട് എന്തായി? അവൾ അപ്പൊ തന്നെ മുങ്ങിപ്പോയില്ലേ? എടാ, നമ്മളെ വഴക്കുണ്ടാക്കിട്ട് വല്ല കാര്യമുണ്ടോ? അവള് ഒരാളെ സമയം നിർത്ത്. എന്തൊക്കെയായാലും ഇന്ന് അവളെ തട്ടിയിരിക്കണം. എപ്പോ തട്ടിന്ന് ചോദിച്ചാ മതി. കശ്മീരിൽ നോട്ടം കണ്ടില്ലേ? ഈ ഇരിക്കുന്ന ആളെ കണ്ടോ? പുള്ളിയോട് ചോദിച്ചാൽ അവൾ ഇപ്പോഴും വഴങ്ങാനും വരുമെന്ന്. ഇവനേതാ നമുക്കറിയില്ലല്ലോ. കണ്ടിട്ട് സ്നേഹമുള്ളവരത്തിനാ തോന്നുന്നത്. എന്നാ നീ ധൈര്യമായിട്ട് ചോദിക്ക്. ഇനി ഇവനും അവളുടെ ഗുണ്ടാ സംഘത്തെ പൊട്ടനോട്ടെ ആണോടാ? കണ്ടിട്ട് ഇവൻ അത്തരക്കാരനാണെന്ന് തോന്നുന്നില്ല. ഇവൻ ഏത് സമയത്തും ആരെ കണ്ടാലും ഗുണ്ടയാണോ ചോദിക്ക്. വേണ്ട, അവനും കൂടി ചെല്ലാൻ പറയുന്നടാ. പോടാ, പോയി എല്ലാം ചോദിച്ചു മനസ്സിലാക്കിട്ട് വാ. പോകാൻ. ചേട്ടാ, ചേട്ടൻ ഈ നാട്ടുകാരനാണോ അതോ വേറെ വല്ല നാട്ടിലും ആണോ? അതൊക്കെ പിന്നെ പറയാം. അതെ, ഞാനൊരു പെണ്ണിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നത്. അതൊക്കെ പിന്നെ പറയാം. വാന്നേ. അല്ല, ഇങ്ങോട്ട് വന്നേ. വിളിച്ചെന്തായാലും പഠിക്കണേ. അവൻ പോയിട്ട് കുറെ നേരം ആയല്ലോടാ. കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കണ്ടേ? സമയം എടുക്കും. ആണോ? എനിക്ക് ധൈര്യം ആൾക്കാരുണ്ട്. നശിപ്പിച്ചു. ഗുണ്ടയാ? ഞാൻ അപ്പഴാ പറഞ്ഞല്ലോ ഗുണ്ടയാന്ന്. ഇങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഹലോ. അല്ല, എന്താ ഈ വഴിക്ക്? ഈ വഴിയല്ലാതെ പിന്നെ ആ വഴി പോവാ. വേണ്ട, നീ ഒന്നും പറയണ്ട. നീ ഒന്നും ഞങ്ങളായിട്ട് മുങ്ങിയതല്ലേ? അയ്യോ, ഞാൻ മുങ്ങിയതല്ല. അവരെ പേടിച്ച് മാറി നിന്നതാ.
പിന്നെ വന്ന് നോക്കിയപ്പോ നിങ്ങൾ കണ്ടതുമില്ല. എന്തൊക്കെയായാലും നന്ദിയുണ്ട് കേട്ടോ. ഈ കൊച്ചി ഇങ്ങനെയാ, പെൺകുട്ടികൾക്ക് മര്യാദയ്ക്ക് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. ആട്ടെ, എന്താ നിങ്ങളുടെയൊക്കെ പേര്? വക്കം, വർക്കി. ഞാൻ പന്ത്രണ്ട്. ആ, ഞാൻ നന്ദിത. എന്തുള്ള പേരല്ലടാ. പേര് വലിയ കുഴപ്പമില്ല, പക്ഷെ അവളുടെ പെരുമാറ്റം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നീയൊക്കെ ഇവിടെ വർണ്ണിച്ചോണ്ട് വന്നു. ഇന്നത്തെ ലക്ഷ്യം തട്ടാവുള്ള പെണ്ണ ഒറ്റ കീറിയാൻ. എടാ, നമുക്ക് പരിചയപ്പെട്ട ഒരു മയാക്കിട്ട് വേണ്ട തട്ടാൻ. ആ ഒരു പെണ്ണല്ലേ, തട്ടുമ്പോ ഒരു മയത്തിലൊക്കെ തട്ടാം. എന്താ ആലോചന നിക്കണേ? ഒന്നുമില്ല. ഒന്നുമില്ല. ഹലോ, കാനായി ചാക്കോ ബോൾത്താ ഹൂ. പന്നിക്കണ്ടൻ ജോണി. എന്തായി? ഏറ്റെടുത്ത കാര്യം നടന്നോ? നടന്നിട്ടില്ല. സ്കെച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ നടക്കും. നടത്തിയിരിക്കും. എനിക്ക് വിശ്വസിക്കാലോ അല്ലേ? വിശ്വസിക്കാം, ഞാനല്ലേ പറയുന്നേ. എന്റെ പിള്ളേരത് ചെയ്യും, ചെയ്തിരിക്കും. ആ. ഞാൻ മതിയോ ഇതിനൊക്കെ? കുറച്ചുകൂടെ കൊണ്ടുവരാം. നല്ല ചക്കപ്പഴം. അവർക്ക് വേണം, അത് നിനക്ക് തരാടാ. നീ എടുത്ത് വെച്ചാ മതി. കുടിച്ചോടാ, കുടിച്ചോ. ഇല്ലേ? കഥല്ലേ, നിനക്ക് വേണ്ടെങ്കിൽ ഞാൻ കുടിച്ചോളാം. അതെനിക്ക് വേണം. സ്വഭാവം നിനക്ക് അറിയില്ലേ? കണ്ടിട്ടില്ല അവരുടെ വിചാരം. 22 hours, 22 years ഉണ്ടെങ്കിൽ ഇവന്മാരെ പിടിക്കാൻ പറ്റത്തില്ല. ഒന്നും കൊണ്ട് വാടോ. ഇയാളോട് തന്നെ ആരാടോ? അയാളൊന്ന് വിളിക്കണോ? ഞാൻ അവിടെ പോയി ചെക്ക്. താനും കൂടെ പോ. ആവശ്യത്തേക്ക് പോ. താൻ എന്താണ് നോക്കിക്കുന്നത്? പോയി ചെക്ക് ചെയ്യണോ? നിർത്തണോ? ബുക്കും പേപ്പർ എടുക്ക്. ബുക്കും പേപ്പർ ഇവിടെ അടുത്ത്. എന്റെ ഈശ്വര, എന്താണ് സാറേ? ഈ മയക്കുമരുന്ന് ലോബി, അധോലോക നായകന്മാരും കള്ളന്മാരും കൊലപാതകരും ഒക്കെ നമ്മുടെ സർക്കിളിൽ കിടന്നാണല്ലോ കളിക്കുന്നത്. ഞാൻ നോക്കിയിട്ട് ഒരുത്തനെയും കാണുന്നുമില്ല. ഇവന്മാരെല്ലാം എവിടെ പോയി കിടക്കുന്നു? സാറേ, നമുക്ക് രാത്രി മഫ്റ്റിയിലൊന്ന് കറങ്ങിയാല. വെറുതെ വിട്ടിത്തരം. എന്നിട്ട് വേണം അവന്മാരുടെ ഇരുട്ടടി കൊണ്ട് ചാകാൻ. എന്നാ വേണ്ട. ആ വരുന്ന കാറിന്റെ വരവത്ര ശരിയല്ലല്ലോ. ശരി, ആ കാർ അങ്ങനെയല്ല വരേണ്ടത്. ബ്രേക്കില്ലാത്ത വണ്ടി കൊണ്ട് മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങിയോടോ. ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഇങ്ങോട്ട് മാറിക്കണോ? ഇങ്ങോട്ട് മാറിക്കാൻ. മൊത്തത്തിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ആരാടാ നിങ്ങൾ? ആരാടാ ഇവള്? ഞങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞവരാണ് സാർ. ഷൂട്ടിംഗ് കാണാൻ പോയിട്ട് വരികയാണ് സാർ. അല്ല സാർ, ഷൂട്ടിംഗ് എവിടെ? സീരിയലിൽ അഭിനയിക്കുന്ന കുട്ടിയാണ് സാർ. ആര്? ഈ നിൽക്കുന്ന കുട്ടി. സീരിയൽ നടിയാണല്ലേ? അതാണ് ഞാൻ എവിടെയോ കണ്ട പോലെ. ആ, സ്ത്രീജന്മം, അലകൾ, സാന്ദ്രമൗനം. സീരിയലിൽ കാണും പോലെ തന്നെ. അയ്യോ, അതെനിക്ക് മനസ്സിലായില്ല. ഈ സ്ത്രീയുടെ സന്താനം എത്ര എപ്പിസോഡ് വരെ പോകും? അതെനിക്കറിയില്ല. അല്ല, അതിപ്പോ ഒരു 3300 ആയിട്ടുള്ളൂ. ആ സ്ത്രീ ജന്മത്തിന് കാലക്കിട്ട് അതിലെ മായമ്മയുടെ ട്രാജഡി കണ്ട് കരഞ്ഞു കരഞ്ഞ് ഞാനിപ്പോ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാറായി. വിഷമിച്ചു പോകും. കഷ്ടം. അല്ല മേഡം, അവസാനം മായമ്മയ്ക്ക് എന്ത് സംഭവിച്ചു? സീരിയൽ ചെയ്യുമ്പോ മായമ്മ കാശും പഠിച്ചിട്ട് പോകും. ഉണ്ടായിരുന്നോ? അതെ മേഡം, ഞാൻ നന്നായിട്ട് അഭിനയിക്കും. കാണണോ? ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഫോട്ടോയിൽ നല്ല ഫിഗറാ. എന്റെ ഫോട്ടോയും ഫോൺ നമ്പറും ഞാൻ വീട്ടിൽ എത്തിക്കാം. ഏതെങ്കിലും ഡയറക്ടേഴ്സിന്റെ അടുത്ത് പറഞ്ഞ് ഒന്ന് റെക്കമെൻഡ് ചെയ്യോ? എന്നാ പിന്നെ പൊയ്ക്കോളൂ. ഒരു മിനിറ്റ്, ഒരു ഓട്ടോഗ്രാഫ്. ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നെങ്കിൽ ഫോട്ടോ എടുക്കണം. ഫോട്ടോഗ്രാഫി ഇല്ലാണ്ടായി പോയി. ബൈ ബൈ. സീ യു. സൂക്ഷിച്ചു പോണം കേട്ടോ. ടാറ്റാ.
വിത്ത് ലവ് സുമം. സാറേ നമ്മൾ ചെക്കിങ് ഏ? ചെക്കിങ്